ഇപ്രാവശ്യത്തെ പച്ചക്കറി കിറ്റ് വാങ്ങിച്ചപ്പം വളരെ കുറവായിരുന്നു സാധനം. കാര്യം പറഞ്ഞാൽ ഞാൻ 2 വട്ടം സാമ്പാറും 1 വട്ടം നമുക്ക് അവിയൽ വെക്കാനുമായിട്ടുള്ള പച്ചക്കറിയാണ് കാണുന്നത്. പക്ഷേ ഇപ്രാവശ്യം 2 സാമ്പാറിനുള്ള പച്ചക്കറി ഉള്ളായിരുന്നു. അപ്പം ഞാൻ അവിയലിന് മാത്രമേ ഈ പച്ചക്കായ എടുക്കത്തുള്ളൂ, സാമ്പാറിന് ഇടത്തില്ല കേട്ടോ. അപ്പം പിന്നെ വിചാരിച്ച് പച്ചക്കായ എടുത്ത് കായ ബജി ഉണ്ടാക്കാമെന്നേ. അപ്പോൾ ഇന്ന് ജൂലൈ 26 സാറ്റർഡേ. ഇതൊരു 6:30-ക്ക് ശേഷം, 6:30 അല്ല 7 മണിക്ക് ശേഷം എടുത്ത ഷോർട്സാണേ. ഞാനിത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ആകുമ്പോഴത്തേനും 9:30 ആവും കേട്ടോ. അപ്പം പച്ചക്കായ ബജി ഉണ്ടാക്കുകയാണേ. കായ ബജി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിള്ളേർക്ക് 2 പേർക്കും ഇഷ്ടമല്ല, എനിക്ക് വെച്ചാലും ഇഷ്ടമാണ്. നമ്മൾ കടയിൽ നിന്ന് ഈ പൊരിപ്പൊക്കെ മേടിക്കുമ്പോഴത്തേന് കായ ബജി, മുട്ട ബജി, മറ്റേ മുളക് ബജിയൊക്കെ ഞങ്ങൾ 2 പേരും കഴിക്കുന്നത് കേട്ടോ. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള സ്ഥിതി ഞാൻ കാണിച്ചു തരാവേ. അപ്പം ഒരു 3/4 കപ്പോളം കടലമാവ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് 2-3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഇട്ട്, പിന്നെ അരിപ്പൊടി ഇല്ലായിരുന്നു, പകരം ഞാനൊരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായപ്പൊടിയും വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുറുക്കിയെടുത്തേ. പിന്നെ ഇത് ചെയ്തതിന് മുന്നേ തന്നെ ഞാനൊന്ന് യൂട്യൂബ് നോക്കിയായിരുന്നേ. നമ്മൾ കാര്യം പറഞ്ഞാൽ ഇതൊന്നും അങ്ങനെ എപ്പോഴും ഒന്നും ചെയ്യത്തില്ല, പൊരിപ്പൊന്നും അങ്ങനെ ഞാൻ എപ്പോഴും ഒന്നും ചെയ്യത്തില്ല, വല്ലപ്പോഴും ഒന്ന് ഉണ്ടാക്കിയെടുക്കത്തേ ഉള്ളൂ. കാര്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ എല്ലാവരും ഇച്ചിരി വണ്ണമുള്ളവരാണ്. ഇതൊക്കെ കഴിച്ച് വെറുതെ എന്തിനാ കൊളസ്ട്രോൾ കൂട്ടുന്നതെന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ, വല്ലപ്പോഴും ഒക്കെ മാത്രം. അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ ഞാൻ സൺഫ്ലവറിലാണ് ഈ പൊരിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ വാങ്ങിയപ്പോൾ ഇപ്പം നന്നേ കുറവാണ്. വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്തൊരു വിലയാണ് സത്യം പറഞ്ഞാൽ. ഇത് എങ്ങോട്ട് പോകുന്നൊരു പിടുത്തവും ഇല്ല. കാര്യം പറഞ്ഞാൽ വീട്ടിൽ ഈ തെങ്ങൊക്കെ ഉള്ളവർക്ക്, തോനെ തെങ്ങൊക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ലായിരിക്കും, എണ്ണ ആട്ടിയൊക്കെ എടുക്കാമല്ലോ. അപ്പം ഞാൻ ബജി റെഡിയാക്കി എടുത്തിട്ടുണ്ടേ. ബജി ആദ്യത്തേത് പൊരിച്ചെടുത്തപ്പോൾ തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് ഉപ്പ് കറക്റ്റാണോ എന്ന് നമുക്കറിയണ്ടേ. അപ്പോഴത്തേനും എൻ്റെ ദിയാക്കുട്ടൻ വന്ന്, ദിയാക്കുട്ടനുള്ളത് ദിയാക്കുട്ടൻ എടുത്തിട്ട് പോയി കേട്ടോ. ഞാൻ പറയുമായിരുന്നു കായ ബജിയൊന്നും കഴിക്കാത്ത ആളായിരുന്നു കഴിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാവേ.